ആരെങ്കിലും ഫോൺ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അവരത് ഹോൾഡ് ചെയ്യുമ്പോൾ സംഗീതം കേൾക്കാറുണ്ട്. ഈ സംഗീതം ഹോൾഡ് ചെയ്യുമ്പോൾ എത്താൻ തുടങ്ങിയത് എന്ന് മുതലാണെന്നറിയാമോ? നോക്കാം ആ ചരിത്രം. ആൽഫ്രഡ് ലെവി എന്ന വ്യക്തിയാണ് ഹോൾഡ് ചെയ്യുമ്പോഴുള്ള ഈ സംഗീതത്തിന്റെ ഉപജ്ഞാതാവ്. 1962 ലെവി ഒരു ഫാക്ടറി ഉടമയായിരുന്നു. ഈ ഫാക്ടറിയിലേക്ക് വന്ന മെറ്റൽ വയറുകളിൽ ചിലതൊക്കെ ലൂസ് കണക്ഷൻ ആയിരുന്നു. ഇതിലൊരെണ്ണം ഫാക്ടറിയുടെ സ്റ്റീൽ ഘടനകളിൽ തട്ടി നിൽക്കുകയും തൊട്ടടുത്തുള്ള ഒരു ലോക്കൽ റേഡിയോ സ്റ്റേഷന്റെ സിഗ്നൽ പിടിച്ചെടുക്കുകയും ചെയ്തു. ആരെങ്കിലും ലെവിയുടെ ഫാക്ടറിയിലേക്ക് വിളിക്കുമ്പോൾ ആ കോൾ ഹോൾഡ് ചെയ്താൽ റേഡിയോ സ്റ്റേഷനിൽ നിന്നുള്ള സംഗീതവും മറ്റ് അനൗൺസ്മെന്റുകളൊക്കെ വിളിക്കുന്നയാളുടെ ഫോണിലേക്ക് ഒഴുകിയെത്തി. ആദ്യം ദേഷ്യം വന്നെങ്കിലും പിന്നീട് അദ്ദേഹം അതിന്റെ സാധ്യതകൾ കണ്ടെത്തി. വിളിക്കുന്നവരെ കോളിൽ നിലനിർത്താനും അവരെ ഹോൾഡ് ചെയ്തിരിക്കുകയാണെന്ന സന്ദേശം കൊടുക്കാനും ഈ സംവിധാനത്തിന് സാധിക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. 1966 ലെവി ഇതൊരു ഉൽപ്പന്നമായി ഇറക്കി. ടെലിഫോൺ ഹോൾഡ് പ്രോഗ്രാം സിസ്റ്റം എന്നായിരുന്നു അതിന്റെ പേര്. സംഭവം ഹിറ്റായതോടെ അനേകം പേർ ഈ സംവിധാനത്തിന്റെ ഉപയോക്താക്കളായി മാറി. പിൽക്കാലത്ത് ഫോണുകൾ മ്യൂസിക് ഓൺ ഹോൾഡ് എന്ന ഫീച്ചറുമായി ഇറങ്ങാൻ തുടങ്ങി. ഇന്നും ഫോൺ ഹോൾഡ് സംവിധാനങ്ങൾ വിപണിയിൽ ഇറങ്ങുന്നത് ലെവിയുടെ ഈ പേറ്റന്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്.